Welcome to Angels Academy. Myself Deepa Walson. Today I am going to discuss about OET writing sessions. So when you will get the question paper, first you have to read the writing task. Then only you came to know whether it is non-case or unknown case. നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അതിൻ്റെ റൈറ്റിംഗ് ടാസ്ക്കാണ്. റൈറ്റിംഗ് ടാസ്ക് വായിക്കാതെ അതിൻ്റെ ബോഡി പാർട്ട് വായിക്കാനായിട്ട് പോകരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിംഗ് ടാസ്ക് വായിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലാവുക അത് നോൺ കേസ് ആണോ അൺനോൺ കേസ് ആണോ എന്ന്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വായിച്ച് നമുക്കത് ഓർഡറിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. So first we have to read the writing task. So here you are the charge nurse on the hospital ward where Mr. Alfred Billy has recently had his operation. Using the information provided in the case notes, write a referral letter to the community nurse head at Carewell Hospital, Birmingham, who will be attending to Mr. Alfred Billy following his discharge. So here already mentioned we are the charge nurse on this hospital ward. So where Mr. Alfred Billy. So patient name is Mr. Alfred Billy. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ ആരാണ്, നമ്മുടെ ഡെസിഗ്നേഷൻ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ഡെസിഗ്നേഷൻ ചാർജ് നേഴ്സാണ്. പേഷ്യൻ്റെ പേര് ആൽഫ്രഡ് ബില്ലി എന്നാണ്. സോ വി ആർ ഗോയിങ് ടു റൈറ്റ് എ റെഫറൽ ലെറ്റർ ടു ദ കമ്മ്യൂണിറ്റി നേഴ്സ് ഹെഡ് അറ്റ് കെയർവെൽ ഹോസ്പിറ്റൽ, ബിർമിംഗം. അപ്പോൾ നമ്മൾ ലെറ്റർ എഴുതാൻ പോകുന്നത് ഒരു കമ്മ്യൂണിറ്റി നേഴ്സ് ഹെഡിനാണ്. എവിടത്തെയാണ് കമ്മ്യൂണിറ്റി നേഴ്സ് ഹെഡ്? കമ്മ്യൂണിറ്റി നേഴ്സ് ഹെഡ് കെയർവെൽ ഹോസ്പിറ്റൽ, ബിർമിംഗത്തിലെ ഒരു നേഴ്സ് ഹെഡാണ്. അപ്പോൾ ആരാണ് ഇതിനകത്തെ റീഡർ? ഹൂ ഈസ് ദ റീഡർ? ആരാണോ ലെറ്റർ വായിക്കുന്നത് അവരാണ് റീഡർ. സോ ഹൂ ഈസ് ദ റീഡർ ഓവർ ഹിയർ? ദ കമ്മ്യൂണിറ്റി നേഴ്സ് ഈസ് ദ റീഡർ. ഓക്കെ, കമ്മ്യൂണിറ്റി നേഴ്സ് ഹെഡാണ് ഇവിടെ റീഡറായിട്ട് വരുന്നത്. So from this writing task we came to know this is purely unknown case. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതൊരു അൺനോൺ കേസാണ്. അതായത് അറിയാത്തൊരാൾക്കാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മൾ ഈ ലെറ്ററിനകത്ത് ഒന്നും വിട്ട് കളയാനില്ല, നമ്മൾ എല്ലാം കണ്ടൻറ്റും ഉൾപ്പെടുത്തണം. So we can move to the upper part. Read the case notes below and complete the writing task which follows. Hospital, Royal Perth Hospital. Patient details: name Alfred Billy, 52 years old, marital status married, wife to be contacted if there is any sort of emergency. Maria Jennifer. Alien City, Arcade 207, Murray Street, Perth. ഇപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഹോസ്പിറ്റലിൻ്റെ പേര് തന്നിട്ടുണ്ട്. റോയൽ പെർത്ത് ഹോസ്പിറ്റലാണ്. പേഷ്യൻ്റെ പേര് ആൽഫ്രഡ് ബില്ലി ആണ്. 52 ഇയേഴ്സ് ഓൾഡ് ആണ്, മാരിഡ് ആണ്. വൈഫിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാം എന്തെങ്കിലും ഒരു എമർജൻസി വരുമ്പോൾ. വൈഫിൻ്റെ പേര് തന്നിട്ടുണ്ട്, മരിയ ജെനിഫർ എന്നാണ്. അവരുടെ അഡ്രസ്സും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്മിഷൻ ഡേറ്റ് ആണ് തന്നിരിക്കുന്നത്. അഡ്മിഷൻ ഡേറ്റ് 21/3/2010, അതായത് 21 മാർച്ച് 2010 ഡിസ്ചാർജ് ഡേറ്റ് 5/5/2010, അതായത് 5th May 2010. ഇനി ഡയഗ്നോസിസ് സ്കിൻ ക്യാൻസർ, ദാറ്റ് ഈസ് basal cell carcinoma, then nodular basal cell carcinoma of neck. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി തന്നിട്ടുണ്ട്. നോ പ്രയർ ഹോസ്പിറ്റലൈസേഷൻ, നോ ഹിസ്റ്ററി ആൻഡ് നിൽ മെഡിക്കേഷൻ. പ്രത്യേകിച്ച് യാതൊരു ഹോസ്പിറ്റലൈസേഷനും ഇല്ല, പേഷ്യൻറ്റിന് ഒരു മെഡിക്കേഷനും ഇല്ല, ഒരു പാസ്റ്റ് ഹിസ്റ്ററിയും ഇല്ല. ഇനി നെക്സ്റ്റ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് സപ്പോർട്ട്സ്. Truck driver, lives with his wife, habit of consuming liquor for the past 30 years, cigarette smoker, skin dark, religion Protestant. അപ്പോൾ എന്താണ് അയാളുടെ സോഷ്യൽ ഹിസ്റ്ററി തന്നിരിക്കുന്നത്? ആൽഫ്രഡ് ബില്ലിയുടെ സോഷ്യൽ ഹിസ്റ്ററി തന്നിരിക്കുന്നത് അയാളൊരു ട്രക്ക് ഡ്രൈവറാണ്, വൈഫിൻ്റെ ഒപ്പമാണ് താമസിക്കുന്നത്, ലിക്കർ കഴിക്കാറുണ്ട്, കഴിഞ്ഞ 30 വർഷമായിട്ട് കഴിക്കാറുണ്ട്, സിഗരറ്റ് വലിക്കുന്ന ഒരാളാണ്, സ്കിൻ ഡാർക്കാണ്, റിലിജൻ പ്രൊട്ടസ്റ്റൻ്റ് ആണ്. Next one, medical progress. Skin biopsies taken for pathological study, BCC removal, that means basal cell carcinoma removal, and pain reliever Panadine Forte 500 mg. അപ്പോൾ എന്താണ് നമ്മുടെ റൈറ്റിംഗ് ടാസ്കിൽ പേഷ്യൻ്റ് അണ്ടർവെൻ്റ് ഓപ്പറേഷൻ എന്ന് മാത്രമാണ് തന്നിട്ടുള്ളൂ. അപ്പോൾ എന്ത് ഓപ്പറേഷനാണ് പേഷ്യൻ്റ് അണ്ടർവെൻ്റ് ആയിരിക്കുന്നത്?
ബാസൽ സെൽ കാർസിനോമ റിമൂവലാണ് പേഷ്യൻറ്റിന് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ നഴ്സിംഗ് മാനേജ്മെൻറ്റ്. നോ കോംപ്ലിക്കേഷൻസ് നോട്ടഡ്, പെർഫെക്റ്റ്ലി വെൽ അറ്റ് ദ ടൈം ഓഫ് ദ ഡിസ്ചാർജ്, നോ കംപ്ലൈൻറ്റ് ഓഫ് എനി പെയിൻ. ഇപ്പോൾ നഴ്സിംഗ് മാനേജ്മെൻറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. പേഷ്യൻറ്റ് പ്രത്യേകിച്ച് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. പേഷ്യൻറ്റ് പെർഫെക്റ്റ്ലി വെല്ലാണ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. Next one, discharge plan, daily observation and medicine to be taken for 1 more week. So recommendation paragraph or discharge plan, they have mentioned regarding patient needs daily observation and medicine to be taken for 1 more week. So he needs to be continued his medication for 1 more week. അപ്പോൾ പേഷ്യൻ്റ് എന്താണ്, ഡെയിലി ഒബ്സർവേഷൻ വേണം പേഷ്യൻറ്റിന്. അതുപോലെ തന്നെ ഒരാഴ്ച കൂടി പേഷ്യൻറ്റിന് മെഡിസിൻ എടുക്കേണ്ട ആവശ്യകത ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് പ്ലാനും ക്ലിയറായി. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ ഈ ലെറ്ററിനെ കാറ്റഗറി ചെയ്യണം. അതായത് ഒരു ലെറ്റർ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലെറ്ററിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. സോ വെൻ യു വിൽ ഗെറ്റ് എ ലെറ്റർ, വി ഹാവ് ടു ഡിവൈഡ് ദിസ് ലെറ്റർ ഇൻ ടു 3 category. First one is relevant, second one is semi-relevant, and third one is irrelevant. First one is relevant means we had to include all the data which one is important. And second one is semi-relevant. Semi-relevant means it's partially important. That means we can add or we can remove it or we can delete it. And third one is irrelevant. Irrelevant means we don't want to add this data into this letter. Okay, അപ്പോൾ നമുക്ക് ഒരു ലെറ്റർ കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ലെറ്ററിനെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഫസ്റ്റ് വൺ റിലവൻ്റ് ആണ്. റിലവൻ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് റിലവൻറ്റിൽ എഴുതേണ്ടത്. സെക്കൻഡ് വൺ സെമി റിലവൻ്റ് ആണ്. സെമി റിലവൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. തേർഡ് വൺ ഇറലവൻ്റ്. ഇറലവൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും, അതായത് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, അതായത് അവോയ്ഡ് ചെയ്യേണ്ടത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് ഈ ലെറ്റർ നോക്കാം. സോ വി ക്യാൻ മൂവ് ടു ദ ലെറ്റർ. ഫസ്റ്റ് വൺ ഈസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ നെയിം ഈസ് ഇമ്പോർട്ടൻറ്റ്. Next one, patient name. Patient name we have to add and marital status, admission date, discharge date, diagnosis, and past medical history. We can add that data also. Next one, social history, truck driver, unless with his wife, and consuming liquor, cigarette smoker, and skin dark. Why we had to add skin dark? Because there is a chance of getting basal cell carcinoma who is having dark color skin. So we want to add that data also. And religion is Protestant. So this is absolutely irrelevant. We don't want to write patient's religion and all. Then medical history, that means medical progress. Skin biopsy, we want to add that data also. Skin biopsy and basal cell carcinoma removal. Then pain reliever, that means Panadine Forte 500 mg. The nursing management also we had to include, and discharge plan also. So in this letter we had to leave only nil medications and Protestant. Religion is Protestant. I hope you understood this letter. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്ക് ഈ ലെറ്ററിനകത്ത് നമ്മൾ പ്രൊട്ടസ്റ്റൻറ്റിൻ്റെ കാര്യം, അതുപോലെ തന്നെ നിൽ മെഡിക്കേഷൻ, പ്രത്യേകിച്ച് മെഡിക്കേഷൻസ് ഒന്നുമില്ല, ആ കാര്യം മാത്രം നമ്മൾ അവോയ്ഡ് ചെയ്താൽ മതി. വേറെ ഒന്നും നമുക്ക് അവോയ്ഡ് ചെയ്യണ്ട. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതിൻ്റെ ആൻസറായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. എല്ലാവർക്കും ലെറ്റർ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനിയൊരു ലെറ്റർ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുക അതിനെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ, പ്ലീസ് പ്രസ് ദ ബെൽ ഐക്കൺ ആൻഡ് സപ്പോർട്ട് us. So tomorrow we will see with the answer. Thank you so much. Thanks for watching.